നമസ്കാരം. നെല്ലേടത്തട്ടിലയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയറിന്റെ ഇല കൊണ്ട് ഇത് കഞ്ഞില വെള്ളത്തിൽ താളിക്കുക. നമ്മള് മുരിഞ്ഞടയിലേക്ക് താളിക്കില്ലേ, അതേപോലെ കേട്ടോ. അതിപ്പോ കാണിച്ചു തരാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പയറിന്റെ ഇലയ്ക്ക് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. ഞാൻ സാധാരണ എങ്ങനെയാ ചെയ്യാച്ചാൽ ഉള്ളി ചെറുതാക്കി നോക്കും, ചോള മുളകൊന്ന് ചെറുതാക്കി നോക്കുക, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്നാണ് പൊടിക്കുകയും ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ ഉള്ളിയും മുളകും അതിൽ വഴട്ടിയിട്ട് ആ വഴട്ടെണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലാട്ടോ വഴട്ടെണ്ണയിലേക്ക് പയറിന്റെ ഇല ചെറുതാക്കി നുറുക്കിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം വഴട്ടും. അപ്പൊ അതായത് ഒന്ന് വേവാവുന്നവരെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വട്ടയിൽ വെക്കുമ്പോൾ എപ്പോഴും മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലോ എന്ന് പറയും. അതാണ്. പിന്നെ പയറിന്റെ ഇല നുള്ളുമ്പോ നല്ല ചതുമ്പ് പയറിന്റെ ഇല നോക്കിയിട്ട് നുള്ളണം. അപ്പൊ അങ്ങനെ അത് വഴട്ടി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാച്ചാ, നമുക്ക് ആ ഒരു ഇല മൂത്തൊരു പാകം നമുക്കറിയാലോ. വെന്ത് കഴിഞ്ഞാൽ അത് വെന്താൽ പിന്നെ അതിലേക്ക് കഞ്ഞിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒരു തളങ്ങനെ വരിക, അത്രേ വേണ്ടു. തേങ്ങയൊന്നും അരച്ചു കൊടുക്കണം. പയറിന്റെ ഇല ഇങ്ങനെ നുള്ളിയ പയറുണ്ടാവുമെന്ന് പക്ഷെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇല നുള്ളിയ ധാരാളം കായ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇത് മുളക്, ഇത് കാശ്മീരി മുളകാട്ടോ. നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ നല്ല ഉശിരുള്ള മുളക് എടുത്താൽ മതി. ഇതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അരഞ്ഞ അത്രേ ഉള്ളൂ. ഉള്ളിയും മുളകും കുത്തുക എന്നൊക്കെ പറയുമ്പോഴേക്ക് അമ്മിയിൽ ചവയ്ക്കൊക്കെ വേണ്ട കേട്ടോ. അങ്ങനെ നല്ല സ്വാദാണ്. അമ്മിയിലിട്ട് ചെയ്യണതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വലിയ ഉള്ളിയുടെ ഒരു പകുതി എടുത്തുണ്ട്. എല്ലാരും ഉള്ളി വേണ്ട, ഒന്നിങ്ങനെ പാറി കിടക്കണം, അത്രേ വേണ്ടു. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വറവിടുന്നില്ല, വറവിടാണ്ട് വെറുതെ അത് മൊരിക്കുക. നല്ലോണം മൂക്കണം. നല്ലോണം മൂത്തു, നല്ല വാസന വരണ്ട. എനിക്ക് ഞാൻ പയറിന്റെ ഇടുകയാണ്. ഇലക്കറികളാകുമ്പോ എപ്പോഴും ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇടണം, ഉപ്പ് കൂടാട്ടോ. ഫുൾ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. പയറിന്റെ ഇലക്ക് ഇത്തിരി വേവ് കൂടുതലുണ്ട്. ഇത് പരിപ്പിട്ട് വെച്ചാലും നല്ല സ്വാദാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ അതൊന്നിങ്ങനെ അടച്ചു വെക്കാം. എനിക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. ഇനി ഒന്നും കൂടെ അടച്ചു വെക്കാം. അപ്പൊ ഇതാ നല്ലോണം തിളച്ചു. ഇനി അത് വാങ്ങുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കറി റെഡിയായി. പയറിന്റെ ഇല താളിപ്പ്. ഈ പയറിന്റെ ഇല താളിപ്പ് റെഡിയായി. അല്ലെങ്കിൽ പൈറ്റിന്റെ ഇല എന്നൊക്കെ പറയും. ഇവിടുത്തെ നാടൻ ഭാഷയാണത്. അപ്പൊ ശരി, പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.